ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2342. ഇന്ന് മെയ് മാസം 30 ഈ ആണ്ടിലെ 150 ദിവസത്തിലെത്തി. വലിയൊരു ജനക്കൂട്ടം മിക്കപ്പോഴും യേശുവിനെ പൊതിഞ്ഞു നിന്നിരുന്നു. സുവിശേഷം പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിലൂടെ കണ്ണോടിച്ചാൽ ആൾക്കൂട്ടത്തിൻ്റെ ബഹളവും ആരവവും തിക്കും തിരക്കും നമുക്കും ഫീൽ ചെയ്യും. എന്നിട്ടും ക്രിസ്തുയേശു വാസ്തവത്തിൽ അവർക്ക് വേണ്ടിയായിരുന്നു, ഈ ആൾക്കൂട്ടത്തിന് വേണ്ടിയായിരുന്നു. ഘോഷയാത്രകളിൽ നിന്ന് മാറി നടക്കാനായിട്ട് ചങ്കുറപ്പുള്ള ആരെങ്കിലും അന്നുണ്ടായിരുന്നോ? ഇന്നുണ്ടോ? യേശു പറഞ്ഞല്ലോ, ഇടുങ്ങിയ വഴിയും വാതിലും തിരയുന്ന ഒരു ചെറുഗണത്തെക്കുറിച്ച്. ചെറിയ അജഗണമേന്നൊരു വിളിയുണ്ട്, എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടമേന്ന്. അതും വിശുദ്ധനായ ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടതാണ്, എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടം. അതിപ്പോ എവിടെയാണെന്നാണെങ്കിൽ സുവിശേഷത്തിന്റെ താളുകളിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് മനസ്സ് വെച്ചാൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം എപ്പോഴോ യേശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴും ആൾക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തില് യേശു ഇങ്ങനെ തൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും തൻ്റെ രക്തം പാനം ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വളരെ ഗഹനമായ, ആഴമുള്ള, ഗൗരവമുള്ള, ഒട്ടും മനസ്സിലാക്കാൻ അസാധ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച്, മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? ഇനി ഗ്രഹിച്ചാൽ തന്നെ ഇതൊക്കെ ആർക്ക് പാലിക്കാൻ പറ്റും എന്ന് സംശയിച്ച് പരിഭവിച്ച് ആ കൂട്ടത്തിൽ നിന്ന് കുറെ ആൾക്കാർ പിന്തിരിഞ്ഞു പോകുന്നുണ്ട്, മടങ്ങിപ്പോകുന്നുണ്ട്, എല്ലാം അവസാനിപ്പിച്ച്. യോഹന്നാൻ ശ്ലീഹ എഴുതുന്നുണ്ട്, അവരാരും പിന്നീട് ഈ കൂട്ടത്തിലേക്ക് തിരികെ വന്നിട്ടുമില്ല. തിരികെ വരാത്ത വിധം ചിലർ യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോഴും യേശുവിനൊട്ടും പരിഭ്രമമൊന്നുമില്ല, നഷ്ടബോധവുമില്ല. പറ്റിച്ചേർന്ന് അപ്പോഴും നിൽക്കുന്ന പന്തിരുവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാനായിട്ട് താല്പര്യമുണ്ടോ? യേശു സത്യത്തിൽ ആരോടൊപ്പമായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? തന്നെ ശരിയായ വിധത്തിൽ തിരിച്ചറിഞ്ഞ ഒരു കുഞ്ഞു കൂട്ടർക്ക് വേണ്ടിയായിരുന്നു. ആ കൂട്ടത്തില് ഞാനുണ്ടോ എന്ന്, നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. അതെ, യേശു താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന, യേശുവിനെയും താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ചെറുഗണത്തിനകത്ത്, ചെറിയ കൂട്ടത്തിനകത്ത് ഞാനുണ്ടോ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.